അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മനസ്സ് പൊട്ടിപ്പോകുന്ന വാർത്തയാണ്. സഹിക്കാനുള്ള സഹനശക്തി ഉള്ളവർ മാത്രം ഈ ഒരു വാർത്ത കേട്ടാൽ മതി. നമുക്ക് ഇന്നലെ ലഭിച്ച വാർത്തയായിരുന്നു ഇത്. അത് കേട്ടപ്പോൾ തന്നെ ഓർത്തോർത്ത് കരഞ്ഞു പോവുകയാണ്. നമ്മൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറുണ്ട്. പക്ഷേ ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുമുണ്ട്. അതുപോലൊരു മരണമാണിത്. ആ കുഞ്ഞിനെ മനസ്സിലിങ്ങനെ കണ്ടുപോവുകയാണ്. കളിച്ചും ചിരിച്ചും നടക്കുന്ന ആ ഒരു കുഞ്ഞിനെ. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകളെ നമ്മൾ ഇതിലൂടെ നിങ്ങളെ അറിയിക്കാറുള്ളൂ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നടന്ന അതിദാരുണമായ മരണം, 3.5 വയസ്സുകാരനായ ആര്യൻ എന്ന ഈ ഒരു പൊന്നുമോൻ്റെ മരണം. നമ്മൾ ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ആശങ്കപ്പെടുകയാണ്. കളിച്ചും ചിരിച്ചും നടക്കുന്ന പൊന്നുമോൻ. പ്രിയപ്പെട്ടവരെ, ഓരോ മരണവും നമുക്ക് നൽകുന്നത് ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ അശ്രദ്ധ കൊണ്ടാവരുത് ഒരാളുടെയും മരണം. അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ വലിയൊരു വേദനയായിരിക്കും. ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അങ്കണവാടിയിൽ പോയതായിരുന്നു ആര്യൻ. അങ്ങനെ ഇന്നലെ ഉച്ചയായതോടെ മകനെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു അമ്മ ദീഷ്ണ. അമ്മയെ കണ്ട മകൻ ഏറെ സന്തോഷത്തോടെ അമ്മയുടെ കയ്യും പിടിച്ച് കളിച്ചും ചിരിച്ചും കുസൃതികൾ കാട്ടിയും ആ മകൻ അമ്മയോടൊപ്പം നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് മരണത്തിൻ്റെ രൂപത്തിൽ ഒരു പിക്കപ്പ് വാൻ അവിടെ എത്തിയത്. അതും ആ പിക്കപ്പ് വാന് അതിവേഗത്തിൽ റിവേഴ്സിലായിരുന്നു വരുന്നത്. ബാക്ക് അടിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. അതിവേഗത്തിൽ ബാക്ക് അടിച്ച് വരുന്ന ഈ ഒരു വാഹനം ആ കുട്ടിയുടെ ദേഹത്ത് കൂടി ഇറങ്ങി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിദാരുണമായ സംഭവമാണ് അവിടെ നടന്നത്. റിവേഴ്സ് വരുന്ന വാനാണ് ആ കുട്ടിയുടെ ദേഹത്ത് കൂടി കയറിയിറങ്ങിയത്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് ചോരയിൽ കുളിച്ച് പിടയുന്ന മകനെ ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ കൂടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഒരു പിക്കപ്പ് വാനാണ് ഈ ഒരു അപകടമുണ്ടാക്കിയത്. ആരും കൊല്ലാൻ വേണ്ടി ചെയ്യില്ല, നമ്മളും കൂടി ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മക്കൾക്കൊന്നും അറിയില്ലല്ലോ. പ്രിയപ്പെട്ടവർ, അവരെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ, റോഡിലൂടെ പോകുമ്പോൾ അവരുടെ കൈവിടല്ലേ നിങ്ങൾ. ഇതുപോലുള്ള ഒത്തിരി മരണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ആ മാതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഏക മകനായിരുന്നു, അതും കൺമുന്നിൽ വെച്ചാണ് ഇങ്ങനൊരു അപകടം നടന്നത്. നമുക്കിപ്പോൾ അവരെ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, അവരെ സമാധാനിപ്പിക്കാം. ആരും കൊല്ലാൻ വേണ്ടിയൊന്നും ആരും ഒന്നും ചെയ്യില്ല, മക്കളെ ശ്രദ്ധിക്കാതിരിക്കില്ല അമ്മമാർ. പക്ഷേ എന്നാലും ചെറിയ മക്കളാകുമ്പോൾ നമ്മുടെ 2 കണ്ണും അവരുടെ മേലെ വേണം. ചെറിയ മക്കളാണ്, അപകടത്തിലും അബദ്ധത്തിലുമൊക്കെ വന്നു പെടാം. ആ ഒരു മുൻകരുതൽ എപ്പോഴും നമ്മുടെ മക്കളിൽ മേൽ വേണം. ഒന്നും സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കും എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിൽ വേണം മക്കളാകുമ്പോൾ. അതാണ് നമുക്ക് വേണ്ടത്. പേടി. മരണപ്പെട്ടിരിക്കുന്ന പൊന്നുമോന് കായണ്ണ കാപ്പൂമേൽ ബബിലേഷിൻ്റെയും ദീഷ്ണയുടെയും ഒരേ ഒരു മകൻ ആര്യൻ എന്ന പൊന്നുമോനാണ് ആ നാടിനെയും നാട്ടുകാരെയും വാർത്ത കേൾക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ച് കടന്നു കളഞ്ഞത്. ചില മരണങ്ങൾ അങ്ങനെയാണ്. നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളെ വിട്ട് വിട പറഞ്ഞു പോവുക. പടച്ചറബ് ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും. ചെറിയ മക്കളാണ്, അപകടത്തിലും അബദ്ധത്തിലൊക്കെ വന്നു പെടാം. പടച്ചറബ് നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ഈ ഒരു വാർത്ത എല്ലാവരുടെയും മനസ്സ് പൊട്ടിപ്പോയ വാർത്തയായിരുന്നു. ആ കുഞ്ഞുമോൻ്റെ മുഖമാണ് മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്നത്. ആ അമ്മയോടൊപ്പം നടന്നു പോകുന്നത് നമ്മൾ മനസ്സിൽ കണ്ടുപോവുകയാണ്. കളിച്ചും ചിരിച്ചും നടക്കുന്ന ആ പൊന്നുമോൻ അറിഞ്ഞു, ഇപ്പോൾ ഞാൻ മരണപ്പെടാൻ പോവുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. പടച്ചറബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം പടച്ചറബ് കൊടുക്കുമാറാകട്ടെ. പടച്ചറബ് നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.